എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഉച്ചഭക്ഷണത്തിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. അതിലുള്ളത് പാലക്കാട് ഉണ്ടാക്കുന്നത് പോലെ കൂർക്ക ഉപ്പേരിയും അതേപോലെ ഒരു അരച്ച് കലക്കിയുമാണ്. നെല്ലിക്ക അരച്ച് കലക്കി മുമ്പൊരു ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ നെല്ലിക്ക അരച്ച് കലക്കിയുടെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഞങ്ങൾ കൊയിലാണ്ടി ഇതേപോലെ തന്നെയാണ് കൂർക്ക ഉപ്പേരി വെക്കാറുള്ളത്. എന്നാൽ അരച്ച് കലക്കി അവിടെ ഇല്ല. അത് പാലക്കാട് വന്ന ശേഷമാണ് എനിക്ക് കിട്ടിയത്. കൂർക്ക ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ കുറേ നേരം വെള്ളത്തിലിട്ട് വെക്കും കൂർക്ക, എന്നിട്ടാണ് അതിൻ്റെ തൊലി കളഞ്ഞെടുക്കാറുള്ളത്. വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ പാത്രത്തിലെ വെള്ളം മാറ്റിയിട്ട് വീണ്ടും ഒരു വെള്ളത്തിലേക്ക് ഇടും. എന്നിട്ട് അതിൽ നിന്ന് തന്നെ തൊലി കളഞ്ഞിട്ട് വേറെ വെള്ളത്തിലേക്ക് മുറിച്ചിടുകയാണ് ചെയ്യുക. അപ്പം കൂടുതലായിട്ട് നമ്മുടെ കയ്യിലും കളർ ഇട്ടിക്കില്ല, അതേപോലെ കൂർക്കയിലും ആ ഒരു കളർ വരില്ല. വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം ഉണക്കമുളക് ഒരു 3-4 അതായത് നമ്മുടെ എരിവിനനുസരിച്ച് ഉണക്കമുളക് എടുക്കണം, അതിട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില ഇടാം. പിന്നെ കഴുകി വൃത്തിയാക്കി മുറിച്ചു വെച്ചിരിക്കുന്ന കൂർക്ക കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. വളരെ സിമ്പിൾ ആയിട്ടാണ് ഈ ഒരു ഉപ്പേരി ഉണ്ടാക്കുന്നത്. ഇതിൽ ഉള്ളി നുറുക്കിയിടോ അല്ലെങ്കിൽ ഉള്ളി ചതയ്ക്കോ അങ്ങനത്തെ ഒരു ആവശ്യമില്ല. ആകെ നമ്മൾ ഇത് മാത്രമാണ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച ശേഷം ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് ഇത്രയും വെള്ളം മാത്രം മതി, കൂടുതലൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. പിന്നെ അടച്ചു വെച്ച് ചെറിയ തീയിൽ വെക്കുമ്പോൾ അതിൽ തന്നെ വെള്ളം ഇറ്റി ഇറങ്ങുന്ന സമയത്ത് അതിൽ വെന്തോളും. ഇത് വേറെ പല രീതിയിലും ഉണ്ടാക്കാൻ പറ്റും, എന്നാൽ ഏറ്റവും സിമ്പിളായൊരു രീതിയാണിത്. എന്നാൽ നല്ല ടേസ്റ്റും ആയിരിക്കും ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ. 10 മിനിറ്റിന് ശേഷം തുറന്നു നോക്കി. അപ്പോൾ ഇത് ഇങ്ങനെ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. അത് ഏകദേശം ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് തുറന്നു വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. ഇത് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്ത് അതിനകത്തേക്ക് കറിവേപ്പിലയും കൂടെ ഇടാം. പിന്നെ ഇനിയിപ്പം അതല്ല മുരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ മുരിച്ചെടുത്തിട്ടാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ഇത് കൂടുതലായിട്ടൊന്ന് മുരിച്ചെടുക്കുകയും ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി എങ്ങനെയാണ് അരച്ച് കലക്കി ഉണ്ടാക്കുന്നത് എന്നുള്ളതൊന്ന് നോക്കാം. ഇവിടെ അരച്ച് കലക്കി ഉണ്ടാക്കുന്നത് തക്കാളി ഉപയോഗിച്ചിട്ടാണ്. അന്ന് നെല്ലിക്ക അരച്ച് കലക്കി ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ, അതേപോലെ ഇവിടെ ഇപ്പം തക്കാളി ഉപയോഗിച്ചിട്ടാണ് അരച്ച് കലക്കി ഉണ്ടാക്കുന്നത്. ഇവിടെ ഇപ്പം 4 തക്കാളിയാണ് അരച്ച് കലക്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. വലിയ തക്കാളി ആണെങ്കിൽ ഒരു 2-3 തക്കാളി മതിയാവും. അധികം പുളിപ്പുള്ള തക്കാളി എടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഇതിൽ മോരൊഴിക്കും. അപ്പോൾ മോരോ തൈരോ ഒഴിക്കുന്ന സമയത്ത് അതിന് കുറച്ച് പുളിപ്പുണ്ടായാൽ മതി. എന്ന് വെച്ചാൽ കൂടുതൽ പുളിപ്പല്ല, ഒരു പാകത്തിനുള്ള ഒരു പുളിപ്പ്. തക്കാളിക്ക് അത്ര തന്നെ പുളിപ്പ് വേണമെന്നില്ല. മുളക് ഒന്ന് ചുവന്ന് വന്ന സമയത്ത് അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി മുറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനകത്തേക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വേണം വഴറ്റിയെടുക്കാൻ. ഇത് വഴറ്റുന്ന സമയത്ത് നമ്മൾ ആദ്യം ഉണക്കമുളക് ചേർക്കുന്നുണ്ടല്ലോ, അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പാകത്തിന് വേണം ചേർക്കാൻ. കാരണം ഇതിൽ വേറെ നമ്മൾ മുളകൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ആ ഒരു ഉണക്കമുളകിൻ്റെ എരിവാണ് നമുക്ക് ഈ ഒരു അരച്ച് കലക്കിലേക്ക് ഉണ്ടാവുക. ഈ കറിയിലേക്ക് നമ്മൾ അധികം തന്നെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഇപ്പോൾ തൈരോ മോരോ കട്ടി കൂടുതലുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കും. അല്ലാതെ ഈ തക്കാളി ഒന്നും വാട്ടിയെടുക്കുന്ന സമയത്ത് ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. തക്കാളി അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ പോയി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് പകുതിയോളം തേങ്ങ ചിരവിയത്, പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു നുള്ള് ജീരകം. ഇനി ജീരകത്തിൻ്റെ ടേസ്റ്റ് നല്ലോണം ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടെ ജീരകം ഇട്ട് കൊടുക്കുക. ഇവിടെ പിന്നെ ജീരകത്തിൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമല്ല, അതുകൊണ്ടാണ് കുറച്ചിട്ട് കൊടുക്കുന്നത്. പിന്നെ അതിനകത്തേക്ക് നമുക്ക് മോരും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. മോരും തൈരും ഒന്നും തേങ്ങ അരയ്ക്കുന്ന സമയത്ത് ഒഴിക്കണം എന്നില്ല, പിന്നീട് ഒഴിച്ചാലും മതി. അരച്ചു കലക്കിക്ക് നമുക്ക് എത്ര കട്ടിയാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം നമുക്കിതിലേക്ക് ചേർക്കാം. മോരിൻ്റെയും തൈരിൻ്റെയും അളവിനനുസരിച്ച് നമ്മൾ വെള്ളവും കൂടെ ചേർത്ത് ആ ഒരു ലെവലിൽ കട്ടിയാക്കി എടുക്കാം. പിന്നെ ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കടുകിട്ട് പൊട്ടിക്കാം. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ജീരകം അധികം തന്നെ ഇടണ്ട, ജീരകത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് അപ്പോൾ മുന്നിൽ നിൽക്കും. അപ്പോൾ ചെറുതായിട്ട് ഇട്ടാൽ മതി. പിന്നെ വറ്റൽമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഇത് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തൈരാണെങ്കിലും മോരാണെങ്കിലും എടുക്കുന്നത് കുറച്ചൊരു പുളിയുള്ളതാണ് ഈ അരച്ച് കലക്കിക്ക് നല്ലത്. എന്നാൽ തക്കാളി അതിന് മാത്രം പുളിയും വേണ്ട. ചില ആളുകൾ ഈ അരച്ചു കലക്കിയിൽ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ കുറച്ച് വാളം പുളിയും കൂടെ അരച്ചിട്ട് കണ്ടിട്ടുണ്ട്. ഇവിടെ ഉണ്ടാക്കുന്ന സമയത്ത് വാളം പുളി അരച്ച് ചേർക്കാറില്ല. ലഞ്ച് മെനു ഒരു 10-12 വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. വ്യത്യസ്തമായതും വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വെജിറ്റബിൾ റെസിപ്പീസാണ് ഇതിനകത്തുള്ളത്. തക്കാളി അരച്ച് കലക്കി, കൂർക്ക ഉപ്പേരി, പപ്പടം, ഇതായിരുന്നു ചോറിനുണ്ടായിരുന്നത്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം.
ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.